ചലച്ചിത്ര മേഖലയിലെ പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച സംഘത്തിന് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. മൊഴി നൽകാനും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനും പരാതി ഉന്നയിച്ചവർ തയ്യാറായാൽ മാത്രമേ പോലീസിന് പ്രാഥമിക അന്വേഷണം പോലും സാധ്യമാകൂ എന്നതാണ് അവസ്ഥ. ആരോപണ വിധേയരെല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ തെളിവുകൾ കണ്ടെത്തേണ്ടി വരും. സാമൂഹ്യ മാധ്യമങ്ങളിലെ ആരോപണങ്ങളും TV ചാനലുകളിലെ അഭിമുഖങ്ങളുമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ഇവ പരിശോധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയവരെ പോലീസ് സമീപിക്കും. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് ആരോപണങ്ങളുമായി നിലനിൽക്കുന്നത്. സിദ്ദിഖിനെതിരെ പരാതി ഉയർത്തിയ യുവനടി ഉറച്ച നിലപാടിലാണ്. ഇവരുടെ മുൻ മൊഴികളെല്ലാം പരിശോധിച്ചാകും കേസെടുക്കേണ്ടതിനെക്കുറിച്ചും ചുമത്തേണ്ട വകുപ്പുകളെക്കുറിച്ചും തീരുമാനിക്കുക. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പോലീസിന് നൽകുന്ന മൊഴി നിർണായകമാകും. അതിക്രമത്തിന് വിധേയയായില്ലെന്നും അതിക്രമത്തിനുള്ള ശ്രമം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് വെളിപ്പെടുത്തൽ. ഈ കേസിന് 2 സാക്ഷികളുമുണ്ട്. ഇവരെയും പോലീസ് സംഘം ബന്ധപ്പെടും. ഈ 2 കേസുകളാകും പ്രാഥമികമായി സംഘം പരിശോധിക്കുക. സർക്കാർ തലത്തിലും പോലീസ് മേധാവി തലത്തിലും അന്വേഷണങ്ങളിൽ കർശന നിരീക്ഷണമുണ്ടാകും. യാതൊരുവിധ ആക്ഷേപവും ഉയരാതിരിക്കാനാണ് ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന് തന്നെ മേൽനോട്ട ചുമതല നൽകിയത്. മൊഴി നൽകുന്ന സ്ത്രീകൾക്ക് എല്ലാവിധ പരിരക്ഷയും ഉറപ്പാക്കാനാണ് സംഘത്തിൽ 4 വനിതാ IPSകാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്.